ഗരം മസാല വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു അളവ് പറഞ്ഞ് ഞാനതെങ്ങനെ ചെയ്യുന്നെന്ന് പറയാം. ആദ്യം ഏലക്ക ഒരു 20 ഗ്രാം, അതുപോലെ ഗ്രാമ്പു ഒരു 20 ഗ്രാം, കറുകപ്പട്ട 30 ഗ്രാം, തക്കോലം 10 ഗ്രാം, പെരിഞ്ജീരകം 200 ഗ്രാം, കസ്കസ് 100 ഗ്രാം. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീട്ടാവശ്യത്തിനാണ്. എനിക്കൊരു 2-2.5 മാസത്തിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ കാണും. ഇതിനകത്ത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമ്മുടെ ഏലക്കായുടെ തോല് കളഞ്ഞ് ഞാൻ അതിൻ്റെ സീഡ് മാത്രമേ എടുക്കത്തുള്ളൂ. തോല് കളഞ്ഞെടുക്കുകയാണ് ഏലക്ക. അതിനുശേഷം തോലിലെല്ലാം ഈ പോയിസണൊക്കെ അടിക്കുന്നത് കൊണ്ടാണ് ഞാനതിൻ്റെ തോൽ മാറ്റി സീഡ് മാത്രം എടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് കടായി വെച്ചിട്ട്, കടായി ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ആദ്യം നമുക്ക് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. 30 ഗ്രാം കറുകപ്പട്ടയാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്, അതിടുകയാണ്. ഇതൊന്നും നമ്മൾ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എല്ലാം. കാര്യം പൂപ്പൽ വരരുത്, കട്ട പിടിക്കരുത്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ അത്രയും ഡ്രൈ ആക്കി എടുത്താൽ മതി, വറുക്കുകയൊന്നും വേണ്ട. അപ്പം ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാമെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ കാണത്തില്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി, അത് ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, ഒരു പട്ടയെങ്ങനെ എടുത്തൊന്ന് ഒടിച്ച് നോക്കണം കേട്ടോ. ഒടിക്കുമ്പോൾ നല്ല ഒടിയുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അത് ഡ്രൈ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒടിയുന്നതെന്നുള്ളത്. അത് ചതഞ്ഞ പോലെ പോവുകയാണെങ്കിൽ അത് പിന്നെയും ഇളക്കി നല്ല ഇതാക്കണം. ഇത് ഇച്ചിരൂടെ ഇനി ഇളക്കിയേ പറ്റത്തുള്ളൂ, ഒരു ചതഞ്ഞ ലുക്കാണ്. ഇച്ചിരൂടെ ഇളക്കി ഇതിപ്പോൾ ഏകദേശമായിട്ടുണ്ടാവും നോക്കട്ടെ. എന്നിട്ട് ആയി. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അതിനകത്തേക്ക് ഏലക്കയും ഗ്രാമ്പൂവും തക്കോലവും ഇട്ട് കൊടുക്കണം. ഏലക്ക 20 ഗ്രാം, ഗ്രാമ്പൂ 20 ഗ്രാം, തക്കോലം 10 ഗ്രാം. ഇത്രയുമാണ്. ഏലക്ക കുരു മാത്രമാണല്ലോ, സീഡ് മാത്രവുമാണ്. അതൊന്നിട്ട് ഇളക്കുമ്പോൾ നമുക്ക് ഏലക്കായുടെ കുരുവില്ലേ, അത് പൊള്ളി വരുമ്പോൾ അറിയാം ഇത് ഏകദേശം ചൂടായെന്ന്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒരു പരന്ന സ്റ്റീൽ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ നൂത്തിട്ടിട്ട് അതിലേക്ക് നിരത്തി ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഏലക്കായുടെ സീഡ് കാണുമ്പോൾ നമുക്ക് കൃത്യം അറിയാം കേട്ടോ, അത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതെടുത്ത് പ്ലേറ്റിലേക്ക് നിരത്തിയിടുക. ഒരു പേപ്പറിൽ നിരത്തിയിട്ടാലും മതി, ഇത് ആറിയാൽ മാത്രമേ നമുക്ക് പൊടിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഇങ്ങനെ നിരത്തിയിടുന്നത്. ഇനി അതേ കടായിയിലേക്ക് നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് ചൂടാക്കി അതൊന്ന് അതിൻ്റെ കളർ മാറി വരുമ്പം വേണമെങ്കിൽ ഒരു ജീരകം എടുത്ത് കടിച്ച് നോക്കുമ്പോൾ അറിയാം, പൊട്ടുമ്പോൾ അറിയാം നമുക്ക് അത് ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് തന്നെ എന്ത് ചെയ്യും, അത് പെരിഞ്ജീരകം കറക്റ്റായെങ്കിൽ അതിനകത്തേക്ക് കസ്കസ് ഇട്ട് കൊടുക്കണം. കസ്കസ് ഇടുമ്പോൾ എന്തുവെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുകൊണ്ട് വേണം ഇളക്കാൻ. അത് പെരിഞ്ജീരകത്തിൻ്റെയും കടായിയുടെയൊക്കെ അകത്തുള്ള ആ ചൂട് കൊണ്ട് തന്നെ കസ്കസ് ചൂടായിക്കോളും, അതിനകത്ത് അത് ഡ്രൈ ആയി കിട്ടിക്കോളും. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് പെരിഞ്ജീരകവും കസ്കസിൻ്റെയും പകുതി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ബാക്കി നമ്മളെന്ത് ചെയ്യണം, ബാക്കി ഈ ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, തക്കോലം ഇത് ചൂടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അതിനകത്തിട്ട് ഒന്നുകൂടെ പൊടിച്ച് വെച്ച്. ഇതിങ്ങനെ പൊടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അടിയിൽ പോയി ഈ നമ്മുടെ കറുകപ്പട്ടയൊക്കെ ഉടക്കിയിട്ട് ബ്ലേഡൊക്കെ ഇതായി അത് ശരിക്കും പൊടിയാതെ വരും. അങ്ങനെ പൊടിയാതിരിക്കാൻ നല്ല രീതിയിൽ പൊടിയാൻ വേണ്ടിയിട്ടാണ് പെരിഞ്ജീരകം കസ്കസും ആദ്യം ഇടാൻ പറഞ്ഞത്. എന്നിട്ട് ബാക്കി പെരിഞ്ജീരകവും കസ്കസും കൂടെ ചേർത്തിട്ട് മൊത്തവും പൊടിക്കുക. പൊടിക്കുമ്പം ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഒരു പേപ്പറിൽ അത് നിരത്തിയിട്ട് ആറുമ്പോൾ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടിവശത്ത് ഒരു ടിഷ്യൂ പേപ്പർ അകത്തിട്ട് കൊടുത്തേച്ച് ഒരു ചെറിയ തുണ്ട് മതി ഇട്ട് കൊടുത്തേച്ച് ഇത് ഗരം മസാല പൊടിച്ചത് അതിനകത്തിട്ട് വെക്കാം. അതിനിടയ്ക്ക് 1-2 എടുത്ത് ഇട്ടേക്കണം. ടിഷ്യൂ പേപ്പറിൻ്റെ കുഞ്ഞു തുണ്ടിട്ടാൽ മതി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈർപ്പമുണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും, അതുപോലെ കട്ടയും പിടിക്കത്തില്ല. ഗരം മസാല റെഡി ആയി കഴിഞ്ഞു.